എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ഒരു വലിയ ഫോറസ്റ്റ് അതങ്ങനെ തീ പിടിച്ച് കത്തി എരിയാനായിട്ട് തുടങ്ങും. അതിന്റെ നടുവിലൂടെ നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ ഇപ്പോഴും നിർത്താതെ കപ്പൽ ലക്ഷ്യമാക്കി ഉഷാറായിട്ട് ചാടി ഓടും. ജിംബൈ നമ്മുടെ ആൾക്കാരോട് പറയും, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. ബിഗ് മോം അവളിപ്പോ നല്ല ക്രേവിംഗ് ടൈമാണ്. അവൾക്ക് ആ ഒരു വെഡ്ഡിംഗ് കേക്ക് ഇപ്പോൾ ആവശ്യമാണ്. അത് കിട്ടുന്നത് വരെ അവൾ ഇത്തരത്തിൽ വളരെ വൾനറബിൾ ആയിട്ടായിരിക്കും പെരുമാറുക. അവൾ എന്തൊക്കെ ആഗ്രഹിച്ചോ അതൊക്കെ കറക്റ്റ് സമയത്ത് അവൾ ആഗ്രഹിക്കുന്ന നിമിഷത്തിൽ തന്നെ അവൾക്ക് കിട്ടണം. അല്ലെങ്കിൽ അവളൊരു മോൺസ്റ്ററായി തീരും. സത്യത്തിൽ ബിഗ് മോം ഇപ്പോൾ അൺകോൺഷ്യസ് ആണ്. അവൾ ചെയ്യുന്നത് എന്താണെന്ന് പോലും അവൾക്കറിയില്ല. സോ ഈ ഒരു സമയത്ത് നമ്മൾ അവളുടെ കയ്യിൽ പെട്ടുപോയാൽ തീർച്ചയായിട്ടും നമുക്ക് ആർക്കും പിന്നെ ജീവൻ ഉണ്ടാവില്ല. സോ ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പാടില്ല. അവൾ അടുത്തെത്തുന്നതിന് മുൻപ് നമ്മൾ എങ്ങനെയെങ്കിലും ഓടി ഓടി ആ കപ്പലിൽ കയറി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഓട്ടത്തിന്റെ വേഗത അത് 10 മടങ്ങാക്കും. ഇവിടെ ലൂഫിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം അവനാണ് ആ ഒരു വെഡ്ഡിംഗ് കേക്ക് മുഴുവനായിട്ടും തകർത്തതും തിന്നു തീർത്തതും. ഇത്രയും നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അത് മറ്റാർക്കും കിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ തുള്ളിച്ചാടും. സാഞ്ചിക്കും ബാക്കിയുള്ളവർക്കും അതൊട്ടും ഇഷ്ടാവില്ല. ഉടനെ കാറ്റ് ലൂഫിയോട് പറയും, നീ മാത്രമല്ല ഞാനും ഒരുപാട് അതിൽ നിന്ന് കഴിച്ചിരുന്നു. എനിക്കും അതിൻ്റെ ടേസ്റ്റ് എനിക്കും വളരെയധികം ഇഷ്ടമായിരുന്നു. അവരങ്ങനെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്ത് വരുമ്പോഴായിരിക്കും ചില ട്രീസ് ഇപ്പോൾ അവരെ തടയാനായിട്ട് തുടങ്ങുക. നമ്മുടെ ആൾക്കാർ കായ് ചുരുട്ടി അവരെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ട്രീസിനെ എല്ലാം അച്ചറം പൊച്ചറം ഇട്ടിച്ച് താഴെ ഇടുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ട്രീസ് അവരങ്ങനെ റൗണ്ട് ചെയ്യും. അതിനവരെല്ലാവരും ചേർന്ന് ഒരുമിച്ച് അവറ്റകളെ റെസിസ്റ്റ് ചെയ്ത് ഒരു ബ്രിഡ്ജിന്റെ അടുത്തേക്ക് വരും. ഈ ഒരു ബ്രിഡ്ജ് ഇത് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലെത്തിയാൽ ഈസി ആയിട്ട് കപ്പലിന്റെ അടുത്തേക്ക് പോയി രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ നാമിക്കാണെങ്കിൽ ആ ഒരു ബ്രിഡ്ജ് കാണുമ്പോൾ എന്തൊക്കെയോ സംശയം തോന്നും. നാമി പറയും, ലാസ്റ്റ് ടൈം ഈ ഫോറസ്റ്റിലുണ്ടായിരുന്ന ട്രീസും ബ്രിഡ്ജും എല്ലാം തന്നെ ഞങ്ങളെ ഒരുപാട് കൺഫ്യൂസ് ചെയ്തതാണ്. സോ ഇവറ്റകളെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൾ മറ്റൊരു ഡയറക്ഷൻ കാണിച്ചു കൊടുത്ത് നമ്മുടെ ആൾക്കാരെ അതുവഴി മുന്നോട്ട് കൊണ്ടുപോകും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ സ്വീറ്റ് സിറ്റിയിലെ ജ്യൂസ് റിവർ കാണിക്കും. അവിടെയാണ് നമ്മുടെ ആൾക്കാരുടെ സബ്മറിയൻ അത് പാർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ റിവർ മുഴുവൻ ഇപ്പൊ ക്രീം സ്പ്രെഡ് ആയിരിക്കുകയാണ്. ഓ ഗോഡ്, നമ്മളെങ്ങനെ നമ്മുടെ സബ്മറിയൻ അത് കൊണ്ടുപോകാൻ ചിന്തിച്ച് ബ്രൂക്ക് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവും. പക്ഷെ ഇവിടെ ചോപ്പറിനാണെങ്കിൽ ആ ക്രീം കണ്ട് ഭയങ്കര ആക്രാന്തം. അവനത് കുറച്ച് തിന്നാൻ തുടങ്ങും. ബ്രൂക്ക് ആണെങ്കിൽ ആ ക്രീമിനെ കാര്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യും. ആ സീനിയർ ഷെഫ് അവൻ അത്രയും വലിയ മാങ്ഷൻ അത് കേക്കാക്കി മാറ്റിയതിൽ നിന്ന് ഒഴുകി വന്ന ക്രീമാണ് അത് മുഴുവൻ തന്നെ സ്പ്രെഡായി കിടക്കുന്നത്. അതേസമയം ഇവിടെ നമ്മുടെ ആൾക്കാർ അവർ നിർത്താതെ മുൻപോട്ടേക്ക് ഓടിക്കൊണ്ടേയിരിക്കും. എന്തെങ്കിലും ചെയ്ത് എത്രയും വേഗം ബിഗ് മോമിനെ ഡൈവേർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അവൾ നിമിഷ നേരം കൊണ്ട് അവരുടെ അടുത്തേക്ക് വന്ന് അവരെ അറ്റാക്ക് ചെയ്യും. അവളെ ഡൈവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവരങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. നാമിയാണെങ്കിൽ വീണ്ടും വീണ്ടും ബ്ലാക്ക് ക്ലൗഡ്സ് ക്രിയേറ്റ് ചെയ്ത് വൈറ്റ് ക്ലൗഡിന് കഴിക്കാനായിട്ട് കൊടുക്കും. അത് ആ ബ്ലാക്ക് ക്ലൗഡ്സിനെ ഒക്കെ തിന്ന് നമ്മുടെ ആൾക്കാരെ ഫോളോ ചെയ്ത് പിന്നാലെ പോവും. ബിഗ് മോം ആണെങ്കിൽ ടെററായിട്ട് ഇപ്പൊ വൈറ്റ് ക്ലൗഡിനെ അവളുടെ അടുത്തേക്ക് വിളിക്കുകയാണ്. അത് കേട്ട് വൈറ്റ് ക്ലൗഡിനും പേടിയാവും. ബിഗ് മോമിന്റെ അടുത്തേക്ക് തിരികെ പോയാൽ തീർച്ചയായിട്ടും അവള് ഇവന് പണിഷ്മെന്റ് കൊടുക്കും. സോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അത് പേടിച്ച് വരച്ച് മുൻപോട്ടേക്ക് തന്നെ പോവും. ആ സമയം സൺ പവർ അത് ക്ലൗഡ് പവറിന്റെ അടുത്തേക്ക് വന്ന് പറയും, യു ആർ അൺബിലീവബിൾ. നീ ഇങ്ങനെ ഒരുത്തനായിരുന്നോ? നമ്മുടെ അമ്മയെ നീ എങ്ങനെ ഇങ്ങനെ ചീറ്റ് ചെയ്യുന്നു? അത് കേട്ട് ക്ലൗഡിന്റെ പ്രയാസം അത് കൂടി കൂടി വരും. അത് മനസ്സിലാക്കിയ നാമിയാണെങ്കിൽ അവനെ സന്തോഷിപ്പിക്കാൻ വീണ്ടും വീണ്ടും ബ്ലാക്ക് ക്ലൗഡ്സിനെ കൊടുക്കും. ആ സൺ പവർ ആണെങ്കിൽ ലൂഫി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അതിന് ലൂഫിയും കൈ ചുരുട്ടി അതിന് ഒരുപാട് പഞ്ച് ചെയ്യും. പക്ഷേ ലൂഫിയുടെ പഞ്ചിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അതിപ്പോ അതിന്റെ ഫയർ പവർ വെച്ച് ലൂഫി അറ്റാക്ക് ചെയ്യും. ഉടനെ ജിംബൈ ആണെങ്കിൽ ആ ജ്യൂസിലേക്ക് എടുത്തു ചാടി ജ്യൂസ് ഉപയോഗിച്ച് ആ സണ്ണിനെ അറ്റാക്ക് ചെയ്യും. മറ്റൊരു ഭാഗത്ത് ചോപ്പർ അവൻ ലേക്കിലുണ്ടായിരുന്ന ക്രീം മുഴുവൻ കഴിച്ച് അവർക്ക് പോകാനുള്ള വേ അത് ക്ലിയർ ആക്കും. ഓടി വന്ന് ആ സബ്മറിയൻ അത് ഓപ്പൺ ചെയ്യും. അതിൻ്റെ ഉള്ളിലും നിറയെ ക്രീം ഫില്ലായിട്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ബിഗ് മോം അവൾ നിർത്താതെ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് ഓടി വരും. അപ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാരെ ഞെട്ടിച്ചുകൊണ്ട് മോമിന്റെ ഒരു കൂട്ടം അസിസ്റ്റൻസ് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ അവരുടെ മുൻപിലേക്ക് വരിക. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ചോപ്പർ ആണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ഇവിടെ സബ്മറീൻ്റെ അകത്തുള്ള ക്രീമും അങ്ങനെ ഒറ്റ സെക്കൻഡ് കൊണ്ട് തിന്ന് തീർക്കുകയാണ്. ബ്രൂക്കിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഇനി അവർക്ക് ഈസി ആയിട്ട് അവർ പ്ലാൻ ചെയ്തതുപോലെ ആ ലേക്കിലൂടെ സബ്മറീനുമായിട്ട് കടന്നു പോവാം. എത്രയും വേഗം കപ്പലിൻ്റെ അടുത്തേക്ക് എത്തുക, അത് മാത്രമാണ് ഇപ്പോഴത്തെ അവരുടെ ഒരേ ഒരു ലക്ഷ്യം. ബ്രൂക്ക് ആണെങ്കിൽ ആ സബ്മറീൻ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ചോപ്പർ അവൻ പുറത്തുണ്ടായിരുന്ന ക്രീം കൂടെ അങ്ങനെ നക്കിയെടുത്ത് തിന്നുകയാണ്. ബ്രൂക്കിനാണെങ്കിൽ ആ ഹാൻഡിൽ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അതിൽ മുഴുവൻ ക്രീമാണ്. അതുകൊണ്ട് തന്നെ
ആ ഒരു ഹാൻഡിൽ ബാർ അത് സ്ലിപ്പായി അവനെ കൊണ്ട് പ്രോപ്പറായിട്ട് അത് ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ബ്രൂക്ക് ആണെങ്കിൽ ടീമൊക്കെ കഴിച്ച് വലിയൊരു ഏമ്പൊക്കെ വിട്ട് പുറത്തേക്ക് നോക്കും. അപ്പോഴായിരിക്കും അവരുടെ സബ്മറീന്റെ മുൻപിൽ എന്തോ ഒന്ന് കാണുക. അതിനെ കാണുമ്പോൾ തന്നെ ബ്രൂക്കിന് ഭയങ്കര സന്തോഷം. അവന്റെ കണ്ണുകൾ തിളങ്ങി. അവൻ ബ്രൂക്കിനെ അത് ചൂണ്ടിക്കാണിക്കാണ്. ബ്രൂക്ക്, അവിടേക്ക് നോക്ക്, ഒരു മർമെയ്ഡ്. ചോപ്പർ അത് വിളിച്ചു പറയുന്നത് കേട്ട് ഇപ്പൊ ബ്രൂക്കിനും ഭയങ്കര സന്തോഷം. അവൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി പുറത്തേക്ക് നോക്കും. ഒരു മർമെയ്ഡ് അവരുടെ സബ്മറീന്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാണ്. അതിനെ കാണാൻ ശരിക്കും നല്ല ഭംഗിയുണ്ട്. ആ മർമെയ്ഡിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അവർ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കും. അപ്പോഴാണെങ്കിൽ പുലിയുടെ ഫേസുള്ള ഒരു മോൺസ്റ്റർ ഫിഷ്. അതിനെ കാണേണ്ട താമസം അവർ ഞെട്ടുകയാണ്. അതുമാത്രമല്ല, ബിഗ് മോമിന് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഒരുപാട് ചെറിയ ചെറിയ ഫിഷുകളും അവരെ റൗണ്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് അവർ സബ്മറിയൻ സ്പീഡിൽ മുൻപോട്ടേക്ക് കൊണ്ടുപോവാണ്. കട്ട് ചെയ്ത ഇവിടെ ലൂഫിയൻ ടീം അവര് ബിഗ് മോമിന്റെ അസിസ്റ്റൻസുമായിട്ടും ആ കാട്ടിലെ ട്രീസുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ക്യാരറ്റ് ആണെങ്കിൽ ഒരു വില്ലന്റെ നേർക്ക് അവളുടെ ഷോക്ക് പവർ ഉപയോഗിക്കും. അതിനുശേഷം അവനെ ചുരുട്ടിയെടുത്ത് ഒരു മരത്തിൽ ആഞ്ഞട്ടിക്കും. മറ്റൊരു ഭാഗത്ത് സാഞ്ചിയാണെങ്കിൽ അവന്റെ കാലിൽ ഫയർ പവറൊക്കെ കൊണ്ടുവന്ന് അറഞ്ചം പുറഞ്ചം തല്ലി തല്ലി കൊല്ലുകയാണ്. ഇവിടെ ലൂഫി ആണെങ്കിൽ സെക്കൻഡ് ഗിയറും തേർഡ് ഗിയറും ഫോർത്ത് ഗിയറൊക്കെ ഒരുമിച്ചിട്ട് കയ്യിൽ കിട്ടുന്നവരെ ഏഞ്ച പരുവാക്കും. അതും പോരാത്തവർക്ക് ഹോക്കി പവർ വെച്ച് നല്ല ചുട്ട അടി കൊടുക്കും. ഇവിടെ മരങ്ങള് അവറ്റകളാണെങ്കിൽ ജിംബയെ റൗണ്ട് ചെയ്യും. അതിന് ജിംബൈ ആളുടെ ഫുൾ സ്ട്രെങ്ത് കയ്യിലേക്ക് കൊണ്ടുവന്ന് അച്ചറം പൊച്ചറ ഇടിച്ച് മരങ്ങളെയെല്ലാം ഒരുപാട് പീസാക്കി ഒടിച്ചു മടക്കി താഴെയിടും. മറ്റൊരു ഭാഗത്ത് പെട്രോ ആണെങ്കിൽ വേറൊരുത്തിനുമായിട്ട് സ്ക്വാഡൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അവൻ പെട്രോയെ മാനസികമായിട്ട് തകർക്കാനായിട്ട് അവനെ കുറ്റപ്പെടുത്താനും കളിയാക്കാനും തുടങ്ങും. മുൻപ് പെട്രോയും അവന്റെ ഫ്രണ്ടും ഇവിടേക്ക് വന്നതും അവർ രണ്ടുപേരും ബിഗ് മോമിന്റെ മുൻപിൽ പരാജയപ്പെട്ടതും പെട്രോയുടെ ഫ്രണ്ട് ആള് കൊല്ലപ്പെട്ടതും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവനാണെങ്കിൽ പെട്രോയെ വെറുപ്പിക്കുകയാണ്. പെട്രോയ്ക്കാണെങ്കിൽ അത് കേട്ട് അവൻ്റെ കൺട്രോൾ പോവും. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിനെ അവനെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യും ചോദിച്ച് പാടെടുത്ത് ഒരൊറ്റ വെട്ട് സ്പോട്ടിൽ അവൻ്റെ കാറ്റ് പോവും. അങ്ങനെ എല്ലാ വില്ലന്മാരുടെയും കഥയൊക്കെ കഴിഞ്ഞൊന്ന് കരുതി അവർ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും തൊട്ടു പുറകിൽ സാക്ഷാൽ ബിഗ് മോമും ആ ത്രിമത്യൂസും. അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ ലക്ഷ്യമാക്കി ഓടി വരികയാണ്. ഉടനെ ക്യാരറ്റ് ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എടുത്തു ചാടി നമ്മുടെ കപ്പൽ എവിടെയാണെന്ന് നോക്കാന്ന് പറഞ്ഞ് അവളാണെങ്കിൽ നല്ല ഹൈറ്റിലേക്ക് ചാടി ഒരു മരത്തിന് മുകളിൽ കയറാൻ ശ്രമിക്കും. പക്ഷെ ആ മരവും ചുറ്റുമുണ്ടായിരുന്ന മരങ്ങളും എല്ലാം ചേർന്ന് ക്യാരറ്റിനെ തള്ളി താഴെ ഇടുകയാണ്. അത് കണ്ട അവരോട് കൺട്രോൾ പോയി അവൻ സ്ക്വാഡ് വീശി ആ മരങ്ങളെ വെട്ടി താഴെയിട്ട് ഈസി ആയിട്ട് മുകളിൽ കയറി നിൽക്കും. ഇപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അവർ ഇത്രയും സമയം കപ്പലിരിക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് ഓടിക്കൊണ്ടേയിരുന്നത്. പെട്രോ ആണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ അത് കാണിച്ചു കൊടുത്ത് മുൻപോട്ടേക്ക് നീങ്ങും. അടുത്ത നിമിഷം ബിഗ് മോം അവളുടെ സ്ക്വാഡ് വെച്ച് പുറഞ്ചം പുറഞ്ചും നമ്മുടെ ആൾക്കാർക്ക് നേരെ വീശും. ജിംബൈ ആണെങ്കിൽ എങ്ങനെയൊക്കെയോ നമ്മുടെ ആൾക്കാരെ രക്ഷപ്പെടുത്തി മുൻപോട്ടേക്ക് കൊണ്ടുപോകും. ബിഗ് മോമും ആ സണ്ണും അവറ്റുകൾ രണ്ടും നിർത്താതെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ നാമി ആണെങ്കിൽ ആ വൈറ്റ് ക്ലൗഡിന് നിർത്താതെ ബ്ലാക്ക് ക്ലൗഡുകളെ കഴിക്കാൻ കൊടുത്തുകൊണ്ടേയിരിക്കും. ബ്ലാക്ക് ക്ലൗഡ്സുകളൊക്കെ കഴിച്ച് വൈറ്റ് ക്ലൗഡ് ഇപ്പൊ മൊത്തത്തിൽ ബ്ലാക്കായി മുകളിലേക്ക് ഉയരും. കാര്യം മനസ്സിലാക്കിയ നാമി ആണെങ്കിൽ ആ സ്റ്റിക്ക് ഉപയോഗിച്ച് വലിയൊരു തണ്ടർ അത് ആ ക്ലൗഡിന് നേരെ പ്രയോഗിക്കും. അവന്റെ ബോഡിയിൽ നിന്ന് ഫോഴ്സിൽ തണ്ടർ പവർ അത് പുറത്തേക്ക് വരുന്ന കണ്ട നമ്മുടെ നാമി അതങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ബിഗ് മോമിന്റെ ദേഹത്ത് അടുപ്പിക്കും. ക്ലിക്ക് ക്ലിക്ക്. അവിടെയാണെങ്കിൽ വലിയൊരു പൊട്ടിത്തെറി. അറ്റാക്കില് ബിഗ് മോം അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.